ഇന്ന് നമുക്ക് വടുകപ്പുളി അല്ലെങ്കിൽ കരനാരങ്ങ അച്ചാർ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ തൊലി ചെത്തി എടുക്കാം. ഇനി ഒരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് ചതച്ചെടുക്കാം. 2 പച്ചമുളക് ഇത് ചെറുതായി അരിഞ്ഞെടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, ഇതിനെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുക്കാം. ഇനി ഈ നാരങ്ങ ചെറുതായി അരിഞ്ഞ് കുരു കളഞ്ഞെടുക്കാം. ഇതുപോലെ നെടുകെ പിളർന്ന് കുരു കളഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് പൊടിച്ചത്, എരിവ് ആവശ്യമുള്ളതുപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു ചെറിയ പീസ് കായം. ഇനി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എള്ളെണ്ണ ചേർക്കാം. ഇതിലേക്ക് കടുക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലയും കായവും ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 3 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും മുളകും ചേർക്കാം. ഇതിനി നന്നായി മിക്സ് ചെയ്യാം. നാരങ്ങ നന്നായി വെന്ത് ചാറ് കുറുകി വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇളക്കി ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്ത് വാങ്ങാം.